ഓം ശ്രീകൃഷ്ണായ നമഃ. നാരായണീയം പ്രഥമസ്കന്ധം ദശകം 1 ഭഗവൻ മഹിമാനുവർണ്ണനം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. സാന്ദ്രമായ ആനന്ദത്തിൻ്റെയും അവബോധത്തിൻ്റെയും രൂപത്തിൽ ആനന്ദവും അവബോധവും ഒരു സാന്ദ്രീകരിച്ച ഒരു കട്ടിയായ രൂപത്തിലുള്ളതാണ് ഈ ബ്രഹ്മതത്വം. പിന്നെന്താണ് അതിൻ്റെ വിശേഷണം? വേറെ അനുപമിതം, ഉപമിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് വേറൊന്നെന്ന് പറയാൻ പറ്റില്ല. സാന്ദ്ര ആനന്ദ അവബോധാത്മകമായിട്ടുള്ള ആ ബ്രഹ്മതത്വം അനുപമിതമാണ്, ഒന്നിനോടും ഉപമിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് മറ്റത്, വേറൊന്നെന്ന് പറയാൻ സാധിക്കില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇതുപോലെ എന്നർത്ഥം. പിന്നെ കാലദേശാവധിഭ്യം നിർമുക്തം, കാലം ദേശം ഇവയുടെ അവധികളിൽ നിന്ന് നിർമുക്തമാണ്. ഇത്ര കാലത്ത് മാത്രമേ ഇത് ഇവിടെ ഉള്ളൂ എന്നില്ല. അതുപോലെ ദേശാവധി, ദേശത്തിനും അവധിയില്ല. ഇത്ര ദേശത്ത് മാത്രമേ ഇത് വ്യാപിച്ചിരിക്കുന്നു. ഈ പരബ്രഹ്മത്തിന് കാലവും ഇല്ല, ദേശവും ഇല്ല. കാലത്തിനും ദേശത്തിനും നിർമുക്തമാണ്, അതീതമാണ്, അനാദിയാണ്, അനന്തമാണ് ആ ബ്രഹ്മതത്വം. നിത്യമുക്തം, അതായത് ഈ ലോകത്തിൽ കാണുന്ന മായാ പ്രപഞ്ചത്തിൽ നിന്നും മായകളിൽ നിന്നൊക്കെ നിത്യമുക്തമാണ്. പിന്നെയോ നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നിഗമം എന്ന് വെച്ചാൽ വേദം എന്നർത്ഥം. ശതം 100, സഹസ്രം 1000. നിഗമ ശതസഹസ്രേണ, ശതസഹസ്രം നിഗമങ്ങൾ കൊണ്ട്, 100,000 എന്നുവെച്ചാൽ എണ്ണമറ്റ അസംഖ്യം നിഗമങ്ങൾ കൊണ്ട്. നിഗമം വേദം, വേദവാക്യങ്ങൾ കൊണ്ട്, ഉപനിഷദ് വാക്യങ്ങൾ കൊണ്ട്, 100 കണക്കിന് അല്ലെങ്കിൽ എണ്ണമറ്റ ഉപനിഷദ് വാക്യം കൊണ്ട് നിർഭാസ്യമാനമാണ്. നിർഭാസ്യമാന വെച്ചാൽ പ്രശോഭിക്കപ്പെടുന്നതാണ്, ശോഭിക്കപ്പെടുന്നതാണ്, വ്യക്തമാക്കി തരുന്നതാണ് എന്നർത്ഥം. പരബ്രഹ്മത്തിൻ്റെ തത്വം അറിയാനായിട്ട് ഉപനിഷദ് വാക്യങ്ങളിലൂടെയാണ് സാധിക്കുക. അങ്ങനെയുള്ള പരബ്രഹ്മം. പിന്നെ അസ്പഷ്ടം, എത്ര നമുക്ക് പറഞ്ഞു തന്നാലും അത് അസ്പഷ്ടമാണ്, മനസ്സിലാക്കാൻ പറ്റില്ല, വ്യക്തമല്ല. എത്ര നമുക്ക് നിഗമ ശതസഹസ്രം കൊണ്ട് 100,000 വേദവാക്യങ്ങൾ കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കി തന്നാലും ഇടയ്ക്ക് നമുക്ക് അതിൽ സംശയങ്ങൾ വരും. അസ്പഷ്ടം, വ്യക്തമല്ലാതിരിക്കുന്നതും. എന്നാൽ ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ദൃഷ്ടമാത്രേ, ഒന്ന് കണ്ടാൽ മതി, ആ കാണുന്ന മാത്രയിൽ തന്നെ പുനരൊരു പുരുഷാർത്ഥാത്മകം. പുനഃ പിന്നെ എന്നർത്ഥം. ഒരു പുരുഷാർത്ഥാത്മകം, ഒരു എന്ന് വെച്ചാൽ വലിയ എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷാർത്ഥം. പുരുഷാർത്ഥങ്ങൾ 4ആണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, അർത്ഥവും കാമമൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്, പക്ഷെ മോക്ഷം അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. അപ്പോൾ ഏറ്റവും വിശിഷ്ടമായ പുരുഷാർത്ഥം മോക്ഷമാണ്. പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ നമുക്ക് സാധിക്കുന്നതാണ്, സാധിച്ചു തരുന്നതാണ് എന്നർത്ഥം. തത് താവത് ഭാതി, അത് അവിടെ ശോഭിക്കുന്നു. സാക്ഷാത് ഗുരുപവനപുര, ഇവിടെ ഗുരുപവനപുരത്തിൽ. നമുക്ക് അന്വയക്രമം ഒന്ന് നോക്കാട്ടോ, എന്നിട്ട് പറയാം. നോക്കൂ. സാന്ദ്ര ആനന്ദാവബോധാത്മകം, സാന്ദ്രമായ ആനന്ദത്തിൻ്റെയും അവബോധത്തിൻ്റെയും രൂപത്തിലുള്ളതും. അനുപമിതം, ഉപമിക്കാൻ പറ്റാത്തതും. കാലദേശാവധിഭ്യാം നിർമുക്തം, കാലത്തിനോ ദേശത്തിനും അതീതവും. നിത്യമുക്തം, ഈ പ്രപഞ്ചത്തിലെ മായകളിൽ നിന്നൊക്കെ മുക്തമായതും. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം, അസംഖ്യം വേദവാക്യങ്ങളാൽ നിർഭാസ്യമാനം, വ്യക്തമാക്കപ്പെടുന്നതും. എന്നാൽ അസ്പഷ്ടം, സ്പഷ്ടമല്ലാത്തതും. ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം, പുനഃ പിന്നെ, ദൃഷ്ടമാത്രേ കാണുന്ന മാത്രയിൽ തന്നെ
ഒരു പുരുഷാർത്ഥാത്മകം പരമപുരുഷാർത്ഥത്തെ ലഭിക്കുന്നതും ആയ തത് ബ്രഹ്മതത്വം ആ ബ്രഹ്മതത്വം ആ പരബ്രഹ്മം ആ ഈശ്വരൻ വിശ്വവ്യാപിയായ ഈശ്വരൻ സർവജ്ഞനായ ഈശ്വരൻ സർവാനന്ദപ്രദനായ ഈശ്വരൻ എന്നൊക്കെ പറയാമല്ലേ. ആ ഈശ്വരൻ ഗുരുപവനപുരത്തിൽ ഗുരു എന്ന് വെച്ചാൽ അറിയാം ഗുരു അല്ലേ, ഗുരു തന്നെ. പവന വെച്ചാൽ വായു കാറ്റ്, പുരം എന്ന് വെച്ചാൽ പട്ടണം ഊര് ദേശം എന്നൊക്കെ പറയും. ഗുരുപവനപുരേ ഗുരുവായൂരിൽ ഗുരുവായൂപുരത്തിൽ ഗുരുവായൂരിൽ സാക്ഷാത് ഭാതി അക്ഷിക്ക് മുന്നിൽ നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ ശോഭിക്കുന്നു, നമുക്ക് കാണാൻ പറ്റുന്നു. ജനാനാം ഭാഗ്യം ഹന്ത ഹന്ത അത്ഭുതം തന്നെ ജനങ്ങളുടെ ഭാഗ്യം. അർത്ഥം വ്യക്തമായി എന്ന് തോന്നുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അടുത്ത ശ്ലോകം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശ്ശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമഃ. നമുക്ക് പദങ്ങൾ പിരിക്കാം. ഏവം ദുർലഭ്യവസ്തുനി അപി ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യത് അന്യത് തന്വാ യദന്യത്തന്വാ യത് അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജനഃ ക്ഷുദ്രതാ ഏവ ക്ഷുദ്രതൈവ ക്ഷുദ്രതാ ഏവ സ്ഫുടേയം സ്ഫുടാ ഇയം സ്ഫുടേയം ഏതേ താവത് വയം തു താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശ്ശേഷാത്മാനം ഏനം നിശ്ശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഃ ഗുരുപവനപുരാധീശമേവാശ്രയാമഃ. അർത്ഥം നോക്കാം. ഏവം ദുർലഭ്യവസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ. ഏവം ഇങ്ങനെ ദുർലഭ്യവസ്തുനി അപി ദുർലഭ്യമായ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള വസ്തുവാണെങ്കിൽ പോലും എന്നുവെച്ചാൽ പരബ്രഹ്മത്തെ പരമാത്മാവിനെ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്നിട്ട് പോലും സുലഭതയാ ഹസ്തലബ്ധേ ഇവിടെ ഗുരുവായൂരിൽ സുലഭമായിട്ട് ഹസ്തലബ്ധമായിട്ട് കയ്യിൽ കിട്ടിയിട്ടും അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജനഃ ജനഃ ജനങ്ങൾ അന്യത് വേറെ ദേവന്മാരെ തന്വാ വാചാ ധിയാ വാ ഭജതി തന്വാ വാചാ ധിയാ വാ ശരീരം കൊണ്ടോ വാക്ക് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഭജതി ഭജിക്കുന്നു ബദ കഷ്ടം തന്നെ എന്നർത്ഥം. ശരീരം കൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം നമസ്കാരം മുതലായവ ചെയ്തിട്ടും വാക്കുകൊണ്ട് എന്ന് വെച്ചാൽ കീർത്തനങ്ങൾ സ്തോത്ര പാരായണം മുതലായവ കൊണ്ടും മനസ്സുകൊണ്ട് എന്ന് വെച്ചാൽ ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും മറ്റുള്ള ദേവന്മാരെ ഭജിക്കുന്നു. ആ പരമാത്മാവിൽ എത്തിച്ചേരാനായിട്ട് പരമാത്മാവിനെ ലഭിക്കാനായിട്ട് അവിടെ നിന്ന് പോയി ദർശിച്ചാൽ മാത്രം മതി. ഇത്രയും സുലഭമായിട്ട് നമുക്ക് ഹസ്തലബ്ധമായിരിക്കുമ്പോൾ ജനഹ ചില ആൾക്കാർ
അന്യത് വേറെ ദേവന്മാരെ തന്വാ വാചാ ധിയാവാ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഭജിക്കുന്നു എന്നത് കഷ്ടം തന്നെ. ഇയം ഇത് സ്ഫുടാ ക്ഷുദ്രത ഏവ സ്ഫുടമായ വ്യക്തമായ ക്ഷുദ്രത തന്നെയാണ്, മോശം തന്നെയാണ്. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഭഗവാനെ ഇവിടെ കിട്ടുമെന്നിരിക്കലും ആൾക്കാർ വേറെ ദേവന്മാരെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വളരെ മോശമാണ്. ഏതേ വയം തോ ഈ നമ്മളാകട്ടെ സ്ഥിരതര മനസ്സാ സ്ഥിരതരമായ അചഞ്ചലമായ മനസ്സോടെ വിശ്വപീഡാപഹത്യൈ വിശ്വത്തിൽ നിന്നും ലോകത്തിൽ നിന്നുമുള്ള പീഡകൾ ദുഃഖങ്ങൾ അവയുടെ അപഹത്യൈ അറുതിക്കായിക്കൊണ്ട് അവയുടെ നാശത്തിനായിക്കൊണ്ട് നിശേഷാത്മാനം ഏനം സകല ആത്മസ്വരൂപനായ എന്ന് വെച്ചാൽ സകല പ്രപഞ്ചത്തിനും ആത്മാവായ ഏനം ഈ ഗുരുപവനപുരാധീശനെ ഗുരുവായൂരപ്പനെ ഏവ മാത്രം ആശ്രയാമഹ ആശ്രയിക്കുന്നു. വേറെ ഒരു ദേവന്മാരെയും നമ്മൾ ആശ്രയിക്കുന്നില്ല. ഇവിടെ ഇത്ര എളുപ്പത്തിൽ കിട്ടുമ്പോൾ വേറെ എന്തിനാ മറ്റുള്ള ദേവന്മാരെ ആശ്രയിക്കുന്നത്? നമ്മൾ ഇവിടെ തന്നെ അചഞ്ചല മനസ്സോടുകൂടി ഭഗവാൻ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നു എന്ന് ഒന്ന് ചൊല്ലി നോക്കാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമഃ.